ഹായ് ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 3 ചിക്കൻ്റെ കാലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 1 മതിയാവും. പിന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് സവാളയുടെ കഷ്ണവും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചിക്കൻ്റെ കാലിൽ നിന്ന് ഇറച്ചിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ചിക്കൻ്റെ കാലവിടെ മാറ്റി വെക്കാം. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ കാലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ടപ്പോൾ കുറച്ചൊന്ന് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്ര അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചീസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് മൈദയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ചിക്കൻ്റെ കാലിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് മുക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ മോൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. നമ്മൾ എവിടെ ഇരുന്നാലും അവിടെ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ആള്. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൽ ചീസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ബൈ.